ആകെ സംഘർഷഭരിതമാണ്, ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നുകൊണ്ടേയിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചെന്ന ആരോപണവുമായി ഇറാൻ. ആണവ വികിരണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ആളുകളെ കൂട്ടത്തോടെ മാറ്റേണ്ടി വരുമെന്നുള്ള ആശങ്ക വരികയാണ്. ആര്യ പി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ആര്യ, ഇത് വളരെയേറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? എന്താണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ആണവ വികിരണത്തിന് സാധ്യത അത് ഏത് കാലഘട്ടത്തിലും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായ സമയത്തെല്ലാമുള്ള ഏറ്റവും വലിയ ലോകത്തിന് മുഴുവനുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2025 ജൂണിൽ ഈ 12 ദിന യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്ക അവരുടെ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലെ ഏറ്റവും വലിയ ആണവ കേന്ദ്രങ്ങളായ നഥാൻസും ഫോർദായും എസ്ഫഹാനും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. ഇന്ന് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഇതിൽ കൂടുതൽ കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച് ഇത് കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇറാൻ ശ്രമിക്കുന്ന, ഈ ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. ഇപ്പോഴും ഇതൊരു കൺഫേംഡ് ന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മുന്നിൽ നിന്ന് വന്ന ഒരു വാർത്ത, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഈ ആണവ വികിരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരമുള്ളത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾക്കൊന്നും നിലവിൽ ആശങ്കയില്ല. ആണവ വികിരണ തോത് ഉയർന്നിട്ടില്ല. എല്ലാ രാജ്യങ്ങളുടെയും കാര്യം പരിശോധിച്ചു. അങ്ങനെ ഒരു രാജ്യങ്ങൾക്കും ആശങ്ക വേണ്ട. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യങ്ങൾക്കും ഒരു ഭീഷണിയില്ല. പക്ഷേ ഇറാന്റെ കാര്യം ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇറാന്റെ ഈ ആണവ തലവന്മാരുമായൊക്കെ ബന്ധപ്പെടാൻ കുറേ മണിക്കൂറുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് കഴിയുന്നില്ല. ഇറാനിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇറാനിലെ സ്ഥിതി എന്താണ്, ഇറാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായും ആണവ കേന്ദ്രങ്ങളായിരിക്കും ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെക്കുക. 2025-ലും 2024-ലും അത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ? നഥാൻസും ഫോർദോയും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞോ ഇസ്രായേലിനും അമേരിക്കയ്ക്കും? അതറിയില്ല. ഞങ്ങൾക്കിപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇറാനുമായി ഒരു സംഭാഷണം നടത്താൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നൽകുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾക്കൊന്നും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്ക വേണ്ട എന്ന കാര്യം. അക്ഷയ, തീർച്ചയായിട്ടും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നടന്നിട്ടുള്ള ചർച്ചകൾക്കിടയിലാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. കൊണ്ടെത്തിച്ചതും ഈ നഥാൻസും ഒപ്പം തന്നെ ഫോർദോ ആണവ നിലയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആണവ സംഭരണം അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇറാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെയായിരുന്നു അമേരിക്ക മുന്നിൽ വെച്ചിരുന്നത്. ഇപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പ്രതിനിധികളുടെ ഭാഗത്തു ഉൾപ്പെടെ വരുന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്രത്തോളം ഗുരുതരമായിരിക്കും? ആണവ വികിരണം, ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ആപത്തിനെ കുറിച്ച് നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും പോവുക. നമുക്ക് ഇപ്പോഴും കാരണം പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ 3 വട്ടം നടത്തിയ ജനീവയിൽ നടന്ന സമാധാന ചർച്ചകളിൽ ഏറ്റവും അവസാനത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ ഇറാൻ തങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഞങ്ങൾ യുറേനിയം എത്രത്തോളം സമ്പുഷ്ടീകരിച്ചു, അതിന്റെ തോത് എത്രയാണ്, ആ കണക്ക് എത്രയുണ്ട്, അത് പ്രസിദ്ധീകരിക്കാൻ ആ കണക്കുകൾ അവർക്ക് നൽകാൻ തയ്യാറായി എന്നാണ് ഒമാൻ, മധ്യസ്ഥത വഹിച്ച രാജ്യമായ ഒമാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണം ആ ചോദ്യത്തിന് ഉത്തരം പറയുക അത് ആളുകളെ ഭീതിപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. കാരണം അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ വിപത്താണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്ഷയ, ശരി, ആര്യാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞ പോലെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കയിലേക്ക്, പരിഭ്രാന്തി ജനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോൾ വാർത്തകളെ കൊണ്ടെത്തിക്കേണ്ട എന്നുള്ളതാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കനത്ത ആൾനാശം സംഭവിക്കുന്നു. ഇറാനിൽ 555 പേർ മരിച്ചു എന്നുള്ള കണക്ക് റെഡ് ക്രോസിന്റെ പുറത്തുവിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈത്തിൽ നിലംപതിച്ചെന്ന ഇറാന്റെ അവകാശവാദം ശരി. അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർന്നുവെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 1-ലധികം വിമാനങ്ങൾ തകർന്നുവെന്നും വൈമാനികർ സുരക്ഷിതരാണെന്നും കുവൈറ്റ് അറിയിച്ചു. ഇറാൻ മാധ്യമങ്ങളാണ് ഈ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. طيارة حربية شوف 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 لا والله حربية طيارة حربية طيارة حربية شوف 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 لا والله حربية طيارة حربية
طياره حربيه شوف 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 في هواه شوفه شوف هذا المسير يا الربع شوف انزلوا هذولا. Please, yes, 1 minute. طياره حربيه شوف 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 لا شبت دفة 1 minute. 1 minute. طياره حربيه ഇപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആര്യ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. ആര്യ, യുദ്ധം എത്രത്തോളം വിനാശം വിതയ്ക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ പുറത്തു വരുന്ന കണക്കുകളൊക്കെയും. 555 പേർ മരിച്ചെന്നുള്ള ഇറാന്റെ കണക്ക് വരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഇന്നലെ ഇസ്രയേലിൽ കണ്ടു, ഇസ്രയേലിലേക്ക് കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം കണ്ടു. ഇറാൻ ഒരു തരത്തിലും ഒരുപക്ഷെ ഇനിയെങ്കിലും, അതായത് പരമോന്നത നേതാക്കൾ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴെങ്കിലും ഇറാൻ അടങ്ങുമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആഞ്ഞടിക്കുകയാണ്. സൈപ്രസിലേക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ വായിക്കാനാവുകയുള്ളൂ. തീർച്ചയായും ഇതിൽ ഇന്നൊരു പക്ഷേ യുദ്ധത്തിന്റെ ഇന്നലെ രാത്രി നമുക്കറിയാം സമാധാനവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, ചർച്ചകൾ ഒരു പക്ഷേ നടന്നേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ അങ്ങനെ ഇന്നെന്തായാലും അങ്ങനെ ഒരു ഡയലോഗുകളിലേക്കോ ചർച്ചകളിലേക്കോ പോകില്ല എന്ന സൂചന നൽകുന്ന പ്രതികരണങ്ങൾ, ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഇന്ന് ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അമേരിക്കയുടെ കരുത്തായ 35 വർഷത്തിലധികമായി അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ F-15 പോർ വിമാനങ്ങൾ, അത് ഒന്നല്ല ഒന്നിലധികമുണ്ട്, 3 എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. 3 F-15 പോർ വിമാനങ്ങൾ തകർക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാനാണോ ആക്രമിച്ച് വീഴ്ത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഇല്ല. ഇത് കുവൈറ്റിന്റെ ആകാശത്ത് വെച്ച്, കുവൈറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് കുവൈറ്റ് അധികൃതർ തന്നെ, ഭരണകൂടം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ കുവൈറ്റ് ഉപയോഗിച്ച വാചകം അതായത് നമ്പർ ഓഫ് ജെറ്റ്സ്, അപ്പോൾ ഒന്നല്ല ഒന്നിലധികം ഉണ്ടെന്ന് അവിടെ തന്നെ വളരെ ക്ലിയർ ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നിലധികം പോർ വിമാനങ്ങൾ തകർന്നു. അപ്പോൾ ഇതിൽ ആദ്യം സാങ്കേതിക തകരാർ കാരണമാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഇറാൻ വെടിവെച്ചിട്ടതാണോ എന്ന് സംശയമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, അതിൽ പെട്ടുപോയതാണോ എന്ന് സംശയമുണ്ട്. ഇതിൽ മൂന്നാമത്തേതിനാണ് ഇപ്പോൾ സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിൽ അമേരിക്കൻ പൗരന്മാരെ അമേരിക്കയുടെ മിലിറ്ററി ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ദുബായിൽ നിന്ന്, എമിറേറ്റ്സിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകളെ അമേരിക്ക അവരുടെ മിലിറ്ററി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഉപയോഗിച്ച് അവിടെ നിന്ന്, ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും മാറ്റുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട്. അപ്പോൾ ആശങ്ക ഈ നിമിഷം, അതായത് ഒരു സമാധാനത്തെക്കുറിച്ച് ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ F-15 വിമാനത്തിലുണ്ടായിരുന്ന വൈമാനികനെ, പൈലറ്റിനെ രക്ഷിക്കാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് സൗദി അറേബ്യയിൽ, ഈ കാണുന്ന ദൃശ്യമാണ്. അത് സൗദി അറേബ്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായ എണ്ണ ശുദ്ധീകരണശാലയായ അറംകോയിൽ നിന്നുള്ള ദൃശ്യമാണ്. അത് സൗദി അറേബ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് നിരവധി ഡ്രോണുകളാണ്, അവിടെ മിസൈലുകളാണ്, ഡ്രോണുകളാണ് ഇറാൻ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. ആ ഡ്രോണുകളെ എല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഈ എണ്ണ ശുദ്ധീകരണശാലയുടെ ഒരു ഭാഗത്ത് പതിച്ചു. അതിൽ നിന്ന് തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ് സൗദി അറേബ്യ നൽകുന്ന വിശദീകരണം. അവിടെയുള്ള ജീവനക്കാരെ എല്ലാം ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, അല്ലെങ്കിൽ തന്നെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് ഔദ്യോഗികമായി അടച്ചില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ആശങ്ക കാരണം ചരക്ക് ഗതാഗതം, അതിലൂടെയുള്ള കപ്പൽ ചരക്ക് ഗതാഗതം താറുമാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വിപണി നോക്കുകയാണെങ്കിൽ 10 മുതൽ 15% വരെ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നു. അത് 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണുള്ളത്. അതിൽ പുറമെ ഇത് സൗദിയിൽ എല്ലാ രാജ്യങ്ങളിലേക്കും, US, ജപ്പാൻ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ എക്സ്പോർട്ട് ചെയ്യുന്ന സൗദിയിലെ ഏറ്റവും വലിയ ശാലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എണ്ണ വില, ക്രൂഡ് ഓയിലിന്റെ വില എത്രത്തോളം എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ, അതായത് ഇങ്ങനെ യുദ്ധത്തിലേക്ക് കടക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ ഇത് അടയ്ക്കുകയാണ് എന്ന് പറയുന്നതും ആ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഈ വിലക്കയറ്റ് നമ്മൾ മുൻപിൽ കണ്ടത് തന്നെയാണ്.